ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തലശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ശ്രീ കാരായി രാജൻ്റെ ഒരുമിച്ചാണ്. സ്വാഗതം. എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഒന്നാം ഘട്ടം മണ്ഡലത്തിൽ പൂർത്തിയായി. ഇപ്പോൾ വ്യക്തികളെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും കടകളും ഒക്കെ കയറി ആളുകളെ കണ്ടു തുടങ്ങി. എല്ലാ മേഖലയിൽ നിന്നും പതിവിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് തന്നെ പറയാം. വളരെ ആവേശകരമായ പിന്തുണയാണ് ലഭിക്കുന്നത്. ഒന്ന്, ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം വരുന്നില്ല. ഞാനാണ് സ്ഥാനാർത്ഥിയെന്നോ ഇന്ന ആളാണെന്നോ തലശ്ശേരി മണ്ഡലത്തിൽ ഇതുവരെ ആരോടും പരിചയപ്പെടുത്തേണ്ടതായി വന്നിട്ടില്ല. അത് ഈ കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് ഈ നാട്ടിലെ സാമൂഹ്യ വികസന പ്രശ്നങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ട് വരുന്ന ഒരാളെന്ന നിലയിലുള്ള ഒരു സ്വീകാര്യത എന്ന് തന്നെ പറയാം. ആ അംഗീകാരം തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ശ്രീ കാരായി രാജൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ തുടങ്ങണ്ടേ? ഈ രാജനെ സംബന്ധിച്ചിട്ട് നമ്മൾ തലശ്ശേരിയിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ചെറുപ്പം മുതൽ ഈ പാർട്ടിയുടെ സഹയാത്രികനാണ്. നിലവിലിപ്പോൾ ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അർഹമായ പരിഗണന ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? പരിഗണനയുടെ കാര്യം അപ്പോൾ അങ്ങനെ നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല. ഇപ്പോൾ ഞാനൊരു 5-10 വർഷക്കാലം പുറമെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു കെട്ടിച്ചമച്ച ഒരു കേസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എൻ്റെ പാർട്ടിയും ആവശ്യമായത്ര പരിഗണനയൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണെങ്കിലും കിട്ടാവുന്ന സമയങ്ങൾ ഉപയോഗിച്ച് ഈ ജില്ലയിലെ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ, വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ എൻ്റെ ഒരു എളിയ പങ്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കരുതിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് തന്നെ അന്ന് മത്സരിപ്പിച്ചത്. ഒരുപക്ഷെ പാർട്ടിയിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു നേതാവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ ഇതിനേക്കാൾ ഭീകരതയും അതുപോലെ തന്നെ വേട്ടയാടലുകളൊക്കെ ധാരാളം പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും സാധാരണ പ്രവർത്തകരും ഇരയായിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിൽ തന്നെ എത്ര ആളുകളാണ് അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി ജീവിക്കുന്ന നേതാക്കന്മാരും പാർട്ടി സഖാക്കളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് രക്തസാക്ഷിത്വമാണ്. പ്രസ്ഥാനത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ശത്രുവർഗത്താൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ ത്യാഗത്തിൻ്റെ മേലെ ഒരു ത്യാഗവും നമ്മൾ കാണുന്നില്ല. അത് അതിലുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഒരു തെറ്റും ചെയ്തില്ല എന്ന് ശ്രീ കാരായി രാജന് ഉറപ്പാണ്? ഉറപ്പെന്ന് മാത്രമല്ല, അത് ശാസ്ത്രീയമായ ഒരു തെളിവ് കൂടിയായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ CBI ഈ കേസിൽ പെടുത്തുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഏത് ശാസ്ത്രീയമായ പരിശോധനകൾക്കും നിങ്ങൾക്ക് വിധേയമാക്കാം, ബ്രെയിൻ മാപ്പിംഗ് ഞങ്ങളെ ചെയ്യണം, നുണപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ അത് സൂക്ഷിക്കണമെന്നില്ല. പക്ഷെ എൻ്റെ കൈപ്പടയിൽ കൃത്യമായി 1/2 പേജ് പേപ്പറിൽ എഴുതി കൊടുത്തൊരു കാര്യമാണ്, ഈ കേസിലെ എല്ലാ പ്രതികളെയും ഇതുപോലെ ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയമാക്കണം, ഞാനും തയ്യാറാണ്. ബ്രെയിൻ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് ഈ കേസിലെ പ്രതികളെ. ഈ കേസിലെ 3-ാം പ്രതിയെ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയപ്പോൾ ആ ഫലം നെഗറ്റീവായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പോലും സംഗതികൾ, സത്യം കണ്ടെത്താൻ പറ്റിയില്ല എന്ന് ആ ഘട്ടത്തിൽ തന്നെ ബോധ്യമായിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലുള്ളതിനേക്കാൾ പുതിയ തെളിവുകളും കാര്യങ്ങളും കേസിൻ്റെ ഭാഗമായി പുറത്തു വന്നു. അത് BJPക്കകത്തുണ്ടായിട്ടുള്ള ഒരു ഭിന്നതയെ തുടർന്ന് അതിലെ ചില ആളുകൾ, RSSൻ്റെയും BJPയുടെയും ചില ആളുകൾ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ, അതാണ് കോടതിയിലും മറ്റും കിടക്കുന്ന രേഖയാണ്, ഈ സംഭവത്തിൽ പങ്കെടുത്ത ഒരാൾ മറ്റൊരു RSSൻ്റെ പ്രമുഖനായ ഒരു പ്രവർത്തകനുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആ ഫോൺ സംഭാഷണം ഒരു രേഖയായി കിട്ടി. അതിൽ അയാൾ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഓഡിയോ റെക്കോർഡ്, വളരെ ക്ലാരിറ്റിയുള്ള ഓഡിയോ റെക്കോർഡ് ഈ നാട്ടിലുണ്ട്, സമൂഹത്തിന് മുമ്പിലുണ്ട്.
ഇതിനും തൊട്ട് മുമ്പ് ഈ കേസിൽ തന്നെ ഫസലിൻ്റെ കേസിൽ തന്നെ പങ്കാളിയായിട്ടുള്ള സംഭവത്തിൽ പങ്കാളിയായിട്ടുള്ള മറ്റൊരാൾ, പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കണ്ണൂർ സെൻട്രൽ ജയിലിൽ വേറൊരു കേസിലകത്തായി. അപ്പോൾ ജയിലിലകത്തായപ്പോൾ അയാൾ നമ്മുടെ ചില അനുഭാവികളായിട്ടുള്ള മറ്റ് കേസുകൾ വന്ന ആളുകളുടെ കൂടിയായിരുന്നു സഹവാസം. അപ്പോൾ അയാൾ ഈ സംഭവത്തെക്കുറിച്ച് അവരുമായിട്ട് സംസാരിച്ചു. അവന് ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോൾ, നമ്മളെ അനുഭാവികളും സഖാക്കളും ജാമ്യം കിട്ടി പുറത്ത് വന്നപ്പോൾ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായി. ഈ സൗഹൃദത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവനും ഇവരോട് സംസാരിച്ചു. അപ്പോൾ അവനും ഇത് എവിടെയും പറയാമെന്ന് തയ്യാറായി. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരും അവൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്തു. നീ ഇത് പറയുമെങ്കിൽ നമുക്കിത് സഹായകമാണ് എന്ന് ആ കാര്യം കൂടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പടുവിലായി മോഹനൻ കൊലപാതക കേസിൽ പങ്കാളികളായവരെക്കുറിച്ച് യഥാർത്ഥ പ്രതികൾക്കൊപ്പം മറ്റു ചില പ്രതികൾ കൂടിയുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ പ്രതിയെ അവർ പിടികൂടി. ആ പ്രതിയാവട്ടെ എല്ലാ കാര്യങ്ങളും മുഴുവൻ പോലീസിനോട് തുറന്നു പറഞ്ഞു. സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന സമൂഹത്തിന് മുഴുവൻ അറിയാം എന്ന് പറഞ്ഞാൽ അന്നത്തെ NDF-ൻ്റെ നേതാക്കന്മാർക്കറിയാം, അന്നത്തെ കേരളത്തിലെ എല്ലാ ചാനലുകൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും വേണ്ടത്ര പ്രാധാന്യം അവർ കൊടുത്തില്ലേ? ഇല്ല, അന്നത് ഒരു വാർത്തയായിട്ട് അത് ഫ്ലാഷ് ചെയ്തു. പക്ഷെ അത് നമ്മളായതുകൊണ്ടാണ്. നമ്മളല്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ നഗ്നമായ പീഡനം, പിന്നെ നിരപരാധികളെ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ മറ്റേതൊരു സാധാരണക്കാരനായാലും അത് വലിയ പ്രാധാന്യം ലഭിക്കുമായിരുന്നു. പക്ഷെ ഒരുപക്ഷെ നമ്മളായതുകൊണ്ട് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ പിന്നീട് ആരും തയ്യാറായിട്ടില്ല. മുഖ്യധാര മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല, അന്ന് തയ്യാറായിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ ഓൺലൈൻ വഴി ചില ആളുകൾ, അതൊരു കേന്ദ്രത്തിൽ നിന്നാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ SDPIയുടെയോ അതുപോലുള്ള ആളുകളുടെ ഭാഗത്തുനിന്നും അല്ല ആ പ്രചരണങ്ങൾ വരുന്നത്. അതൊരു UDF കേന്ദ്രങ്ങളിൽ നിന്നാണ്. ആ പ്രചരണങ്ങളൊക്കെ വരുന്നത് പുറത്തുനിന്നാണ്, ഈ ജില്ലയിൽ നിന്ന് പോലുമല്ല. പ്രചരണം ഇങ്ങനെ വ്യാപകമായി വരുന്നത് പുറത്തുനിന്നാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പോലും ബോധ്യമുണ്ട്. ഈ നാട്ടിലെ UDF-ൻ്റെ എല്ലാ നേതാക്കന്മാർക്കും ഇവിടുത്തെ പ്രവർത്തകർക്കും ആ കാര്യത്തിൽ യഥാർത്ഥ സംഭവം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ കാരായി രാജേട്ടനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാം, ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഏത് രീതിയിലാണ് പാർട്ടിയിലേക്ക് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിയത് എന്നൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഒരു 10-12 വയസ്സ് തൊട്ട് കുട്ടികളുടെ സംഘടന, അന്ന് ദേശാഭിമാനി ബാലസംഘം എന്ന സംഘടന, ആ സംഘടനയുടെ നമ്മളെ സ്വമേധയാ ദേശാഭിമാനി ബാലസംഘം ഞാൻ ജീവിക്കുന്ന പ്രദേശത്ത് സംഘടിപ്പിച്ചു. അത് പിന്നെ അന്നത്തെ കതിരൂർ പഞ്ചായത്തിൽ ആകെ സംഘടിപ്പിച്ചു. പിന്നെ അതിൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമായി, താലൂക്ക് കമ്മിറ്റി തലശ്ശേരി താലൂക്ക് ഇരിട്ടിയടക്കം ചേരുന്ന താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമായി അതിൻ്റെ ഭാരവാഹി, അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു. അങ്ങനെ ബാലസംഘത്തിൽ നിന്ന് തുടങ്ങി DYFI, അതുപോലെ വിവിധ തൊഴിലാളി സംഘടനാ മേഖലകളിൽ പ്രവർത്തിച്ചു. പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നെ അതിനുശേഷം തലശ്ശേരി ടൗണിലെ പ്രവർത്തനങ്ങളിൽ കുറച്ച് കേന്ദ്രീകരിച്ചു. അവിടെ തലശ്ശേരി മുനിസിപ്പൽ പരിധി വരുന്ന ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി കുറേ കാലം പ്രവർത്തിച്ചു. അതിനുശേഷമാണ് ഏരിയ സെക്രട്ടറിയായി 11 വർഷത്തോളം തലശ്ശേരി. ആ സമയത്താണ് അത് ബോധപൂർവം എന്ന് പറഞ്ഞാൽ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും അറിയാതെ ഒരു സംഭവം നടക്കില്ല എന്ന ഒരു, അതങ്ങനെയാണ്, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് ആ സംഭവം. അങ്ങനെയാണ് അത് കണ്ടെത്തിയത്. ഇവരൊക്കെ പ്രതികളാക്കണം എന്ന് പറഞ്ഞാൽ ഏരിയ സെക്രട്ടറിയെ പ്രതിയാക്കണം, ലോക്കൽ സെക്രട്ടറിയെ പ്രതിയാക്കണം. മനഃപൂർവ്വം അതിനകത്തൊരു ഇടപെടൽ നടന്നു. മനഃപൂർവ്വം ഇടപെടൽ നടത്തി. അതുമാത്രമല്ല, ഒന്ന് തലശ്ശേരിയിലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അത് മറ്റു പാർട്ടികളിൽപ്പെട്ട ആളുകളിലും ഈ മതനിരപേക്ഷതയുണ്ട്. പക്ഷേ ആ മതനിരപേക്ഷതയെ തലശ്ശേരിയുടെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അപ്പോൾ ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശം പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. മറ്റൊരു കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ, മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തലശ്ശേരി മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടും പ്രത്യേകിച്ച് CPM കൂടുതലാണ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്.
അപ്പോൾ CPI-എമ്മിലേക്ക്, ഇടതുപക്ഷത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾ ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് CPI-എമ്മിനെ ദുർബലപ്പെടുത്തുക, ഇടതുപക്ഷത്തെ തകർക്കുക എന്ന കാഴ്ചപ്പാട് കൂടി ഉണ്ട്. പക്ഷെ അതൊന്നും ഈ കാലം അത്രയും വിലപ്പോയില്ല. ഈ സംഭവം നടന്ന് ഇത്രയും വർഷങ്ങളായിട്ടും അതിലൊന്നും അവർക്ക് ഒരു ഇഞ്ച് പോലും അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. തലശ്ശേരി പട്ടണം, ഈ പട്ടണത്തിൻ്റെ പരിസരത്തെല്ലാം നിൽക്കുന്ന പഞ്ചായത്തുകൾ, അവിടങ്ങളിലൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് പിന്നീട് ശക്തിപ്പെട്ടു വന്നിട്ടുള്ളത്. ഈ രാഷ്ട്രീയത്തെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിന് ഫലമായി CPI-എമ്മിലും ഇടതുപക്ഷത്തിലും ആളുകൾ ആകർഷിക്കുമ്പോൾ ആ ശത്രുതയാണ് രാഷ്ട്രീയമായി എതിരാളികൾ നമുക്കെതിരെ ഉപയോഗിച്ചത്. അതിന് ഭരണകൂടത്തെയും സംവിധാനങ്ങളെയും എല്ലാം ഉപയോഗപ്പെടുത്തിയതാണ്. ഈ നമ്മളിപ്പോൾ ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മൾ ഈ തളിപ്പറമ്പിലും പയ്യന്നൂരും ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് കൂറുമാറി പാർട്ടിക്കെതിരായി മത്സരിക്കുന്ന ഒരു രീതി ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ കരായി രാജൻ എന്ന ഒരു വ്യക്തി അടിയുറച്ച CPM പ്രവർത്തകനാണ്. പാർട്ടിക്ക് അനുകൂലമായി എന്നും സമീപനം സ്വീകരിച്ച ഒരാളാണ്. എങ്ങനെ കാണുന്നത്? ഒരു പക്ഷേ ഒരുമിച്ച് ഉള്ള ആളുകളായിരിക്കുമല്ലോ ഈ രണ്ടുപേരും. ചില ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, വല്ലാത്ത അധികാരദാഹമുള്ള, പാർലമെന്ററി വ്യാമോഹമുള്ള ചില ആളുകളൊക്കെ പാർട്ടിക്കകത്തുണ്ടാവും. പാർട്ടി തന്നെ അതിൻ്റെ രേഖകളിൽ, തെറ്റുതിരുത്തൽ രേഖകളിലൊക്കെ ഇത്തരം പ്രവണതകൾ നമ്മുടെ ഈ പാർലമെന്ററി മേഖല കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവും എന്ന് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെതിരെ നമ്മുടെ പാർട്ടിയിൽ തന്നെ ഉൾപാർട്ടി സമരം നടക്കും. ആ ഉൾപാർട്ടി സമരത്തിൽ നിന്നെല്ലാം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതുപോലത്തെ ആളുകൾ ഉണ്ടാവും, ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉൾപാർട്ടി സമരം നടത്താതെ സ്വമേധയാ എല്ലാറ്റിനും ത്യജിക്കാൻ തയ്യാറാകാത്ത ഒരാൾക്ക് ഈ പാർട്ടിയിൽ അങ്ങനെ നിന്നു പോകാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണ് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ പുറത്തുപോയി എന്ന് മാത്രമേ ആ കാര്യത്തിൽ കാണാൻ പറ്റൂ. അത് പാർട്ടിയെ സംബന്ധിച്ച് അതൊരു ഭീഷണിയല്ല. അതൊരു ഭീഷണിയല്ല. ഇപ്പം അത് പാർട്ടിക്ക് അനുകൂലമായി മാറി. കാരണം ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന ആൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് സംശയിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. ആ സംശയാലുക്കളെ മുഴുവൻ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താൻ അയാളുടെ നടപടികൾ വ്യക്തമായി. ഒന്ന്, പിന്നെ നമ്മുടെ പാർട്ടി ജില്ലയിൽ തകർക്കാൻ വേണ്ടി എക്കാലവും ശ്രമിച്ചിട്ടുള്ള, ശാരീരികമായി തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ TK ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ അതിനെതിരായിട്ട് അന്ന് പാർട്ടിക്കകത്ത് നിരന്തരമായി പോരാടിയ ആളാണ്. ഈ ഗൂണ്ടാ രാഷ്ട്രീയത്തിനെതിരായിട്ട് അയാളുടെ കാൽക്കൽ പോയി നമസ്കരിക്കുന്ന, അയാളുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നു. അതോടുകൂടി തന്നെ എന്താണ് ഒരു വർഗവഞ്ചകൻ, സ്വന്തം പ്രസ്ഥാനത്തെ വഞ്ചിക്കുന്ന ഒരാൾ എങ്ങനെയാണെന്ന് പാർട്ടി അണികൾക്ക് ബോധ്യപ്പെടാൻ അയാളുടെ ഈ അവസാനത്തെ കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെയേറെ സജീവമാകാനും കാരണമായിട്ടുണ്ട്. ഈ തലശ്ശേരി മണ്ഡലത്തിനെ പറ്റി വർഷങ്ങളായിട്ട് പിന്നെ ഒരു ഉറച്ച സീറ്റാണ്, LDFൻ്റെ ഒരു സീറ്റാണ്. ഈ രാജേട്ടൻ ഇനി MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇനി തലശ്ശേരിയിലേക്ക് ചെയ്യാൻ പറ്റും? തലശ്ശേരിയിലിപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട കോടിയേരി തുടങ്ങി വെച്ച പദ്ധതികളുണ്ട്. അതാണ് ഹെറിറ്റേജ് ടൂറിസം പദ്ധതി. തലശ്ശേരിയുടെ വികസനത്തിന്, വ്യാപാര മേഖലയുടെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം വളരെയേറെ സഹായകമാവുന്ന ഒരു സാധ്യതയാണ് ടൂറിസം. അപ്പം അത് വികസിക്കുന്നതിനനുസരിച്ച് നഗരവും വികസിക്കും. പ്രത്യേകിച്ച് നഗരത്തിൻ്റെ വ്യാപാര മേഖല പുറകോട്ട് പോകുന്നത് അവിടെ അവസാനിപ്പിക്കാൻ, വ്യാപാര മേഖല കുറേ കൂടി സജീവമാകാൻ ടൂറിസം രംഗത്തെ പ്രവർത്തനം കൊണ്ട് സാധിക്കും. അപ്പോൾ ആ തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾ, ഇപ്പോൾ ടൂറിസം മേഖലയുണ്ട്, അതുപോലെ തന്നെ MCCയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ, അതുപോലെ അനുബന്ധ ടൗൺഷിപ്പുകൾ. ഇപ്പോൾ നമ്മളീ പറഞ്ഞ കൊളശ്ശേരി കുയ്യാലി ഭാഗത്തേക്ക് ഒരു പാലം നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി ആ പാലം കടന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ജനങ്ങൾക്ക് വരാനുള്ള സൗകര്യം, അങ്ങനെ വരുമ്പോൾ നഗരത്തിൻ്റെ ഒരു ഭാഗം, കാവും ഭാഗം കൊളശ്ശേരി മേഖലയിലേക്ക് വികസിപ്പിക്കപ്പെടും. കണ്ടിക്കൽ മേഖല ഒരു മെഡിക്കൽ ഹബ്ബായി രൂപപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അമ്മയും കുഞ്ഞും ആശുപത്രി അവിടത്തേക്ക് മാറും. അവിടെ തന്നെയാണ് ജനറൽ ആശുപത്രിയും ഇനി മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ മേഖല ഒരു ടൗൺഷിപ്പായിട്ട് മാറും. അതുപോലെ തന്നെ മഞ്ഞോടിക്കിപ്പുറം ടൗൺഷിപ്പായി മാറ്റാൻ വേണ്ടിയുള്ള സാധ്യത. ഇങ്ങനെയൊക്കെ പദ്ധതികളുണ്ട്. പിന്നെ എങ്ങനെ നഗരത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കും
അത് ഒരു കാരണം നഗരത്തിലെ ഗതാഗത ബ്ലോക്ക് ഒരു വലിയ വിഷയമാണ്. അപ്പം അതിലൊക്കെ എങ്ങനെ ശാസ്ത്രീയമായൊരു പരിഹാരമുണ്ടാക്കി ജനങ്ങൾക്ക് നഗരത്തിലെത്താൻ സാധിക്കും. അതുപോലെ ഓരോ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കേണ്ടുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട്, ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കിക്കൊണ്ട് ആ കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനെ അതിൽ ഊന്നി പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ശ്രീ കാരായി രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ചെറുപ്പം മുതൽ ഈ പാർട്ടിയുടെ സഹയാത്രികനാണ്. അതിലുപരിയായിട്ട് ഇപ്പോൾ ഒരു സഹകാരിയാണ്. ഇപ്പോൾ ഒരു കതിരൂർ ബാങ്ക് ഇപ്പോൾ തീരെ ഒരു നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന റെപ്കോ, ഇതിനെയൊക്കെ ഒരു ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തി. ഒരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് അധികം ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല ചിലപ്പോൾ. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരു കാര്യം ശരിയാണ്, സംസ്ഥാനത്ത് തന്നെ എടുത്തു പറയാൻ പറ്റുന്നൊരു ബാങ്കാണ്. ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് അംഗീകാരം അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് താങ്കളായിരുന്നു അതിൻ്റെ? അതെ, ഒരു ഘട്ടത്തിൽ പ്രസിഡൻ്റായിട്ട് ഒരു 10-12 വർഷം അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഞാനതിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു മാർഗം, ഏതൊരു സ്ഥാപനവും ജനകീയവൽക്കരിക്കുക. ഇപ്പോൾ റെപ്കോവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. റെപ്കോയെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിന് എങ്ങനെ ജനകീയ പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിക്കും, അത് നമ്മുടെ ഒരു പരീക്ഷണമായിരുന്നു. അതിനേറെക്കുറെ വിജയം കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. പിന്നെ കുറേയധികം ഔട്ട്ലെറ്റുകളും എക്സിബിഷനുകളൊക്കെ സംഘടിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ ആവശ്യത്തിന് മൂലധനമില്ല എന്ന പ്രശ്നം നേരിട്ടു. അപ്പോൾ മൂലധന സമാഹരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ഒരു പഠനത്തിന് തയ്യാറായി. ആ പഠന റിപ്പോർട്ടിൻ്റെ മേലെ നമ്മൾ പരമാവധി എടുത്തു. ആ പഠന റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് കുറേ സഹായങ്ങൾ ചെയ്യാൻ ഇപ്പോൾ തയ്യാറായി. അപ്പോൾ ആ സഹായങ്ങളൊക്കെ ലഭിക്കുന്നതോടുകൂടി റെപ്കോ ഒരു കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന ഒരു നില ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിനും പ്രയോഗിച്ച ആദ്യത്തെ മാതൃക അത് കൂടുതൽ ജനകീയമാക്കുക എന്ന് മാത്രമല്ല, ഇത് ധനം നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പണം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് വിശ്വാസം വേണം. അപ്പോൾ ആ വിശ്വാസമുള്ള ആളുകൾ തന്നെ ആയിരിക്കണം ഇതിൻ്റെ തലപ്പത്തുണ്ടാവേണ്ടത്. അത് ആരായാലും. ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ ജനങ്ങൾ അവർ എങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൂടി ഒരു അടിസ്ഥാന മാനദണ്ഡമാണ്. അപ്പോൾ ആ ജനങ്ങളുടെ വിശ്വാസം ഭരണസമിതിയിലും ജീവനക്കാരിലും ഉണ്ടായപ്പോൾ നന്നായിട്ട് ആളുകൾ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ആ നിക്ഷേപ വളർച്ച ഉപയോഗിച്ച് ജനങ്ങളെ വായ്പ കൊടുത്ത് സഹായിച്ചു. വായ്പ ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ ജനങ്ങളുമായി ഒന്നുകൂടി നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ ആ ലിങ്കിൽ ആളുകൾ കൂടുതൽ ബാങ്കുമായി സഹകരിച്ചു. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആധുനികവൽക്കരിക്കാൻ കാലത്തിനൊപ്പം ബാങ്കിനെ സഞ്ചരിപ്പിച്ചു. ഇപ്പം അത് കതിരൂർ സർവീസ് ബാങ്ക് അപ്ഡേറ്റഡ് ആണ്. AI വരെ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിലൊരു ബാങ്കും അത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഒരു മാതൃക കതിരൂർ ബാങ്കിൽ തുടങ്ങി ഇപ്പോൾ റെപ്കോയിൽ, അതായത് ഒരു വലിയൊരു മാതൃകയാണ് ശ്രീ കാരായി രാജൻ ഈ മേഖലയിൽ കൊണ്ടുവരുന്നത്. ഇത് തന്നെ മണ്ഡലത്തിലും പ്രതീക്ഷിക്കാം. ഈ മണ്ഡലത്തിലും ഇത് തന്നെ കോപ്പി ചെയ്യാൻ പറ്റില്ല. മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ തലശ്ശേരിക്ക് ഒരുപാട് വികസന കാഴ്ചപ്പാടുകളുണ്ട്. ഒരുപാട് വികസനങ്ങൾ ഇനി ആവശ്യമുള്ളതാണ്. ഒരു ഐഡിയ പരമായിട്ടാണ് ശ്രീ കാരായി രാജൻ്റെ ഓരോ ഇടപെടലും. ഇത് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മണ്ഡലത്തിൽ പ്രവർത്തിക്കാവും. തീർച്ചയായിട്ടും അത് എൻ്റെ മാത്രം ഒരു ഐഡിയയിൽ നിന്ന് ആയിരിക്കില്ല മാറ്റം. നിലവിൽ അഡ്വക്കേറ്റ് AN ഷംസീർ ഒരുപാട് ഭാവനാത്മകമായ പരിപാടികളുമായി മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. അവരുടെ അടക്കം അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അതിന് പുറമെ ജനങ്ങളിൽ ധാരാളം നിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറുണ്ട്. നമ്മളെക്കാൾ കഴിവുള്ളവരിൽ നിന്ന് പ്രാപ്തരായവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നമ്മുടേതായ രീതിയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, പല അഭിപ്രായങ്ങളും കേട്ട് അതിൽ നമ്മളൊരു സംഭാവന കൂടി ചേർത്താൽ പിന്നെ മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പിന്തുണയോടുകൂടി വികസന കാര്യങ്ങൾ തലശ്ശേരിയിലും മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. ഈ ഒരുപക്ഷെ പ്രേക്ഷകരെ സംബന്ധിച്ച് കാരായി രാജൻ എന്ന് പറയുമ്പോൾ ഒരു ഇമേജ് ഉണ്ടാവും. ഇത്ര എളിമയോട് സംസാരിക്കുന്നു, ഒരു സാധനം എൻ്റെതല്ല, എല്ലാം പാർട്ടിയുടെയാണ്, അല്ലെ അതൊരു കൂട്ടായ്മയുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയുമ്പോൾ
ഒരു വല്ലാത്തൊരു ഫീൽ കാണുന്നവർക്കും തോന്നും. അപ്പോൾ ഒന്നെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജനപ്രിയമായിട്ട് തിരഞ്ഞെടുക്കപ്പെടും, MLA ആവും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഒരു ഉണ്ടാവില്ല. തർക്കമില്ല, സംശയമില്ല. എത്ര ഭൂരിപക്ഷം വർദ്ധിക്കും. അതെ അതെ. ഞാൻ അങ്ങനെ പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന എന്താണ് പറയുമ്പോൾ, നമ്മൾ ജയിച്ചാലും ഭൂരിപക്ഷം വർദ്ധിച്ചാലും ഒരു ലേശം പോലും തലക്കനമില്ലാതെ അതെ. അഹങ്കാരമില്ലാതെ തോറ്റവർ കൂടി അടങ്ങുന്നതാണ് ജനാധിപത്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മളെ ഇടതുപക്ഷത്തിൻ്റെ മാത്രമല്ല മറ്റുള്ളവരുടെ കൂടി അഭിപ്രായങ്ങൾ കേൾക്കാനും അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഏതൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെ കാഴ്ചപ്പാടല്ല. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ പാർട്ടിയുടെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളും അതിൻ്റെ രേഖകളുമൊക്കെ ഇങ്ങനെ ജനകീയമായ ബഹുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ആ കാര്യത്തിൽ ഉറച്ചു നിന്നാണ് ഞാനും പോവുക. ഒരുപക്ഷെ കതിരൂരുകാർക്കും പുല്ലൂടുകാർക്കും ശ്രീ കാരായി രാജനെ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നുണ്ട, ഒരു രീതി അറിയാലോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ആൾക്കാരോടും പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ അവരിൽ ഒരാളായിരിക്കും എപ്പോൾ. അപ്പോൾ നമ്മുടെ പാർട്ടി പ്രവർത്തകരായാലും പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ബന്ധു ജനവിഭാഗങ്ങളായാലും എതിർ പാർട്ടികളിലുള്ള സുഹൃത്തുക്കളും ഒക്കെ മറ്റു വിഭാഗ ആളുകളൊക്കെ ആയിട്ട് വളരെയേറെ സൗഹൃദം പുലർത്തുക. ആരെയും വേർതിരിച്ച് കാണാൻ ഞാൻ തയ്യാറാവില്ല. അപ്പം അങ്ങനെ ഒരു നാട്ടുകാരനെ പോലെ നിന്ന് അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും സഹകരണം കിട്ടും. ഇന്നലെ വരെ അറിയുന്നവരും അറിയാത്തവരുമുണ്ട്. അവരെ കൂടി നമ്മുടെ ഭാഗമാക്കി തീർക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ഈ മണ്ഡലത്തിൽ ഏതൊരാളും വിളിക്കുമ്പോൾ ആ വിളി അല്ലെങ്കിൽ ഒരാൾ ഒരു വിഷയം നമ്മോട് അഭ്യർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ടിരിക്കാൻ, ആ വാക്കുകൾക്ക് കാതു ചേർത്ത് വെക്കാൻ സന്നദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന ശീലം ഇക്കാലം അത്രയും മറ്റുള്ളവരെ പോലെ, എൻ്റെ മുൻഗാമികളായ നേതാക്കന്മാരെ പോലെ എനിക്കും സാധിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഈ വെളിയിൽ നിന്ന് നമുക്ക് ഈ നമ്മുടെ നാട്ടുകാരോട് തന്നെ ചോദിച്ചാലേ, ഇപ്പോൾ കാരായി രാജേട്ടനോട് ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെയാണ്, അതിന് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം ഓരോ ദിവസവും നമ്മളെ സമീപിക്കുന്ന ആളുകളിൽ അവരെ പാർട്ടി എന്താണെന്നോ രാഷ്ട്രീയ ബന്ധം എന്താണെന്നോ മതം എന്താണെന്നോ നമ്മൾ നോക്കാറില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ എക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ലാത്ത ഒരു കാര്യം, അപ്പോൾ ഉക്രൈൻ യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് കുറേ ആളുകൾ ഡൽഹിയിൽ പെട്ടുപോയി, അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമില്ല എന്നൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോൾ അവർ പറഞ്ഞത്, അവർ പല ആളുകളെ സമീപിച്ചു, പല എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് അവരുടെ MPമാരെയൊക്കെ പോയി കണ്ടു. പക്ഷേ പ്രശ്നത്തിനൊരു വേഗത കിട്ടുന്നില്ല. അപ്പോൾ അവരെന്നെ വെറുതെ വന്ന് കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് വിളിച്ചു അവിടെ ഡൽഹിയിൽ നമ്മുടെ MPമാരെയും അവിടുത്തെ SFIക്കാരെയൊക്കെ ഇടപെടാൻ നോക്കിയപ്പോൾ ആ കാര്യം വേഗത്തിൽ നടന്നു. അത് ഞാൻ ഓർമ്മിക്കുന്നില്ല, എനിക്കത് ഓർമ്മയിലില്ലാത്തൊരു കാര്യം. അവർ മറന്നില്ല. അവരിപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അന്ന് ചെയ്ത സേവനം, അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരായിരുന്നില്ല, നമ്മൾ ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യും, അത് നിങ്ങൾക്ക് വോട്ട് ചെയ്യും, രാജേട്ടന് വോട്ട് ചെയ്യും എന്ന് അങ്ങനെയുള്ള ഒരുപാട് അനുഭവം. ഇപ്പോൾ വീടുകൾ കയറി ചില ആളുകളെ പരിചയപ്പെടുമ്പോൾ അങ്ങനെ പറഞ്ഞു, എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ എനിക്കുണ്ടായി. ഒരു അഭിമാനം തോന്നും. അത് വളരെ സന്തോഷം. ഞാൻ പോലും ഓർത്ത് വെക്കാത്ത കാര്യം അവരെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് നല്ലൊരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഈ ഇത്രയും വർഷമായല്ലോ പാർട്ടിക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോഴാണ് ശരിക്കും ഒരു പാർലമെൻ്ററി രീതിയിലേക്ക് രാജേട്ടൻ എത്തുന്നത്. പ്രതിഷേധം ഉണ്ടായിരുന്നു? ഒരു തരത്തിലും. ഞാൻ യഥാർത്ഥത്തിൽ പാർലമെൻ്ററി പ്രവർത്തനം എനിക്ക് താങ്ങാനാവുമോ, എനിക്കതാവുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാത്തതുകൊണ്ട് പുറത്തുപോയ ആളുകൾ പാർട്ടിയിൽ കൂടി വരുവാണ്. ഈ സുധാകരൻ ഞാനിത് ആവശ്യപ്പെടുകയോ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണമോ എന്ന് ചിന്തിക്കുന്ന, അവിടെയും മറ്റാരെങ്കിലും വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകും.
മറ്റൊരു കാര്യം, ഇപ്പം പാർട്ടി എല്ലാ ആൾക്കാരെയും പരിഗണിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും അർഹമായ സ്ഥാനാർത്ഥിത്വവും എല്ലാ സംഭവം. ഇപ്പം അവസാന ലിസ്റ്റ് വരുമ്പോഴും ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ഒഴിച്ചാൽ പാർട്ടിക്ക് നല്ലൊരു ബെൽറ്റുള്ള ഒരു ജനങ്ങളെ നേരിടാനുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഈ മട്ടന്നൂരിൽ പിന്നെ AK ശൈലജ ടീച്ചറായിരുന്നു. ടീച്ചർ ഏകദേശം 60,000-ന് മുകളിൽ പിന്നെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ അത് സ്ഥാനാർത്ഥിത്വം പേരാവൂരത്തേക്ക് മാറ്റി. എന്താണ് രാജേട്ടൻ അതിൽ ഒരു അഭിപ്രായം പറയാനുള്ളത്? അത് സംബന്ധിച്ച് പാർട്ടി തന്നെ കൃത്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പേരാവൂർ മണ്ഡലം വളരെ നേരിയ വോട്ടിനാണ് UDF ജയിച്ചു. 3000-ൽ പരം വോട്ടിന് മാത്രം ജയിച്ചു വന്നത്. കണ്ണൂർ ജില്ലയിലെ 9 മണ്ഡലങ്ങളാണ് നമ്മൾ ജയിച്ചു വരുന്നത്. 10ാമത്തെ മണ്ഡലമായി നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് പേരാവൂർ മണ്ഡലമാണ്. അപ്പോൾ പേരാവൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റിയ ജനകീയ അംഗീകാരമുള്ള ആ പ്രദേശത്തുകാർക്കെല്ലാം അറിയാവുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കി. ടീച്ചറുടെ വീടും ആ മണ്ഡലത്തിൽ തന്നെയാണ്. ടീച്ചറുടെ വീടും തറവാടും അവരുടെ ബന്ധുക്കളും അവരുടെ സൗഹൃദങ്ങളും അവരുടെ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത് തന്നെ ആ മണ്ഡലത്തിൽ നിന്നാണ്. അപ്പോൾ പാർട്ടി അത് തീരുമാനിച്ചു. ഇടതുപക്ഷ മുന്നണിയുടെ തീരുമാനപ്രകാരം മണ്ഡലം പിടിച്ചെടുക്കുക. തീർച്ചയായിട്ടും ഒരു നേരിയ മാർജിൻ ജയിച്ചൊരു മണ്ഡലം, നല്ല ശക്തയായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും. സണ്ണി ജോസഫാണ് അവിടെ. സണ്ണി ജോസഫിന് ഒക്കെ സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ തന്നെയാണ് ഇങ്ങനെ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ചു വന്നത്. നേരത്തെ ടീച്ചർ ആ മണ്ഡലം തിരിച്ചു പിടിച്ചിട്ടുള്ളതാണ്. ആ എക്സ്പീരിയൻസും ആ മലയോര മേഖലയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാവട്ടെ സർക്കാരിൻ്റെ പ്രത്യേക ഇടപെടലിലൂടെ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടീച്ചർക്ക് കേരളത്തിലൊരു സവിശേഷമായ അംഗീകാരം, ജനകീയ അംഗീകാരം ടീച്ചർക്കുണ്ട്. മറ്റു പല നേതാക്കന്മാരെ പോലെ തന്നെ പ്രത്യേകം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന അതുകൊണ്ടാണ് ഒരു ടേം എക്സ്ട്രാ പാർട്ടി. അതെ, ഒരു എക്സ്ട്രാ ഒരു പരിഗണന നൽകിക്കൊണ്ട് പാർട്ടിയുടെ തീരുമാനപ്രകാരം. ശ്രീ കാരായി രാജേട്ടനും ടീച്ചറുമായി മറ്റൊരു കുടുംബ ബന്ധം കൂടിയുണ്ട്. കുടുംബ ബന്ധമൊന്നും നമ്മുടെ ഈ വിഷയത്തിലൊന്നും ഇടപെടാറില്ല. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ചോദിച്ചതാണ്. ഞാൻ വേറൊരു വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാലസംഘം തൊട്ട് വിവിധ മേഖലകളിലൂടെ പ്രവർത്തിച്ച് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെയുള്ളത് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എനിക്കിപ്പോൾ പാർട്ടി നൽകിയിട്ടുള്ള ഒരു അംഗീകാരം. ഞാൻ ഇതുവഴി കുറച്ച് ചോദിച്ചതല്ല, വ്യക്തിപരമായിട്ട് നമുക്ക് ചോദിക്കാമല്ലോ. അങ്ങനെ ഒരു മകളാണ് ശൈല ടീച്ചറുടെ മകൻ കല്യാണം കഴിച്ചത്. അതെ. അപ്പം അത് പിന്നെ അതൊക്കെ സമീപകാലത്ത് വന്ന ബന്ധങ്ങളാണ്. അങ്ങനെ വ്യക്തിപരമായി ചോദിച്ചതല്ല. ടീച്ചർ എന്നേക്കാൾ മുമ്പേ പാർട്ടി രംഗത്തുണ്ട്. ടീച്ചർക്ക് ശേഷം എത്രയോ വർഷമായിട്ട് ഞാനും പാർട്ടി രംഗത്ത് 47 വർഷമായി പാർട്ടി രംഗത്ത് ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിവാഹബന്ധത്തിലേക്ക് എത്തിയത് ഈ അടുത്ത കാലത്താണല്ലോ. 6-7 വർഷം മുമ്പ് ഉള്ള ഒരു ബന്ധം മാത്രമാണ് മക്കൾ തമ്മിലുള്ള വിവാഹം. എത്ര മക്കളാണ്? എനിക്ക് 2 പേരാണ് ഉള്ളത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി. മൂത്തത് പെൺകുട്ടി. അവരാണ് നിങ്ങൾ പറഞ്ഞ ടീച്ചർ മകൻ കല്യാണം കഴിച്ചു. അപ്പം ഞാനിത് വ്യക്തിബന്ധവും പാർട്ടി ബന്ധവും കൂട്ടിക്കുറച്ചതല്ല. എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവായിരിക്കും. അത് ശരിയാണ്. നമ്മളെ അങ്ങനെ എൻ്റെ മക്കളോ 2 മക്കളും ഈ സ്വന്തം രക്ഷിതാക്കളുടെ മേൽവിലാസം എവിടെയും പറയാറില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല, അവരത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ മക്കൾ പറയുമ്പോൾ എൻ്റെ മകനാണെന്നോ ശൈല ടീച്ചറുടെ പിന്നെ മരുമകളാണെന്നോ അവരും പറയാറില്ല. അത് നമ്മളങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരുടേതായ രീതിയുണ്ട്. മകൾ പാർട്ടി മെമ്പറായിരുന്നു. ഈ ശൈല ടീച്ചറുടെ മകൻ കല്യാണം കഴിച്ച മേഘ പാർട്ടി മെമ്പറായിരുന്നു. ബ്രണ്ണൻ കോളേജിൽ പാർട്ടി മെമ്പറായിരുന്നു. SFIയുടെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. മകൻ നിലവിൽ പാർട്ടി മെമ്പറാണ്. DYFI രംഗത്തൊക്കെ പിന്നെ വില്ലേജ് ഭാരവാഹിയൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള. പല വിമർശനങ്ങളും വരുന്നത് നേതാക്കളുടെ മക്കളൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവാണ്, അവർ വേറെ സേഫ് മോഡിലാണെന്നൊക്കെയാണ്. അതെല്ലാവർക്കും ഓരോരുത്തരെയും പിന്നെ വ്യക്തിപരമായ താല്പര്യത്തെ കൂടി പരിഗണിച്ചാണ് അതൊക്കെ. ഇപ്പോൾ ഒരാൾക്ക് പ്രവർത്തിക്കണമെന്ന് താല്പര്യം ഉണ്ടാവും. ആരെയെങ്കിലും പിടിച്ച് പ്രവർത്തകരാക്കി മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സന്നദ്ധത, ഇതൊക്കെ ചേരുമ്പോഴാണല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉണ്ടാവുക.
ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാകുമ്പോൾ അങ്ങനെ മാത്രമേ പറ്റൂ. തീർച്ചയായും മക്കൾ രാഷ്ട്രീയം എന്നുള്ള രീതിയിലേക്ക് പിന്നെ ഒരിക്കലും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരാം. അത് അവരുടെ കഴിവിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ സുശീല ഗോപാലൻ, AKGയുടെ ഭാര്യ, അവർ പിന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഉയർന്നു നിന്ന് പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും സമരങ്ങളുടെയും എല്ലാം തീച്ചുളക്ക് നടുവിൽ നിന്നാണ് സുശീല ഗോപാലിനെ പോലുള്ള ആളുകൾ വരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ. അപ്പം പിന്നെ എന്തായാലും ശ്രീ കാരായി രാജൻ തന്നെ തലശ്ശേരി മണ്ഡലത്തിലെ MLA ആവും. എന്താണ് ഗ്രാമിക പ്രേക്ഷകരോട് പറയാനുള്ളത്? MLA ആയി തിരഞ്ഞെടുക്കപ്പെടും, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പൊതുജന താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കും. അതിൽ കക്ഷി രാഷ്ട്രീയമായ അതിർവരമ്പുകളൊന്നും ഉണ്ടാവില്ല. വോട്ട് ചെയ്തവരെ പോലെ തന്നെ അല്ലെങ്കിൽ ജയിച്ചവരെ പോലെ തന്നെ പിന്നിലായിപ്പോയവർക്കും ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട് എന്ന മഹാത്മാഗാന്ധി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലും എനിക്ക് വഴികാട്ടുക. ഈ തിരക്ക് പിടിച്ച സമയത്തും ഗ്രാമികയ്ക്ക് ഒരു ചെറിയ സമയം അനുവദിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. വളരെ സന്തോഷം. ജനസമക്ഷത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.